അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് പുറത്തുവരുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നു. അത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. കയ്യിൽ മൊബൈൽ ഫോണുമായി നടന്നു വരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, രാജ്യം കണ്ട വലിയൊരു അപകടം, ഒരു തീഗോളമായി ആ വിമാനം മാറുന്നത് നമ്മൾ കണ്ടു. അതിനിടയിൽ നിന്ന് അത്ഭുതകരമെന്നോ അവിശ്വസനീയമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്ന സാഹചര്യം. അതിന് വലിയ പരിക്കുകളൊന്നുമില്ലാതെ അയാൾ അതിൽ നിന്ന് നടന്നു വരുന്ന ദൃശ്യങ്ങൾ, അത് ഇപ്പോഴതിന് കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നുണ്ട്. എന്താണ് അതിൽ കാണാൻ കഴിയുന്നത് ശ്രീനാഥ് ചന്ദ്രൻ? എനിക്ക് അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയമായ ഒരു വീഡിയോ ആണ്. വിശ്വാസ് കുമാർ എന്ന ബ്രിട്ടീഷ് പൗരൻ, ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ഈ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട് അയാൾ പുറത്തേക്ക് ഈ നടന്നു വരുന്ന പുറകിലെ കാഴ്ചകൾ അതിഭയാനകമാണ്. ആകെ നിന്ന് കത്തുന്ന ഒരു വിമാനം പൂർണ്ണമായി തന്നെ തകർന്ന് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ച് അത് കത്തുകയാണ്. അവിടെ നിന്ന് ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഗേറ്റ് വഴി നടന്നു വരുന്നു വിശ്വാസ് കുമാർ. അവിടെ ഓടിക്കൂടുന്ന നാട്ടുകാരും മറ്റുമൊക്കെ അവിശ്വസനീയതയോടെയാണ് അയാളെ കാണുന്നത്. പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതുമൊക്കെയാണ് ആ വീഡിയോ. ഇതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് പിന്നീട് ആംബുലൻസിന് തൊട്ടടുത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന ഒരു വീഡിയോ പിന്നാലെ പ്രചരിച്ചതാണ്. ഈ വീഡിയോ ഇത് പുതിയതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രക്ഷപ്പെടൽ എത്രത്തോളം അവിശ്വസനീയമായിരുന്നു എന്ന് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഈ വീഡിയോ കൂടി കാണുമ്പോഴാണ്. ഉഗ്ര സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് ഒരു തീഗോളമായി വിമാനം മാറിയിരിക്കുന്നു. അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുക നമുക്ക് വളരെ അവിശ്വസനീയമായി മാത്രമേ അതിനെ കാണാൻ വേണ്ടി കഴിയും. ആ തരത്തിലുള്ള ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പേര് പോലെ വിശ്വാസ് കുമാർ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു അവിശ്വസനീയമായ രക്ഷപ്പെടലാണ് അദ്ദേഹം നടത്തിയത്. ഇപ്പോഴും അദ്ദേഹം സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആശുപത്രി വിട്ടിട്ടില്ല. നേരത്തെ പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമിയിലും സിവിൽ ആശുപത്രിയിലും ഒക്കെ എത്തിയപ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ദൂരദർശന് അദ്ദേഹം ഒരു ചെറിയ അഭിമുഖം നൽകുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരു രക്ഷപ്പെടൽ തനിക്ക് ഉണ്ടായി എന്ന്. താനും മരിച്ചുപോയി എന്നതാണ് കരുതിയതെന്നാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മളന്ന് കണ്ടത്. അദ്ദേഹം 11A സീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നീട് പുറത്തേക്ക് തെറിച്ചു വീണ് രക്ഷപ്പെട്ടു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പോലും ജീവനോടെ താൻ ഉണ്ട് എന്ന് തനിക്ക് പോലും വിശ്വസിക്കാൻ കുറച്ച് സമയമെടുത്തു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വലിയ ദുരന്തത്തിൽ നിന്ന് അവിശ്വസനീയമായ ജീവിതത്തിലേക്ക് വന്നയാളാണ്. എത്രത്തോളം ഒരു വലിയ രക്ഷപ്പെടലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. അവിശ്വസനീയമായ രക്ഷപ്പെടലിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിമാന ദുരന്തം ഉണ്ടായതിനു ശേഷം ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിശ്വാസ് കുമാർ നടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, മൊബൈൽ ഫോണുമായി അദ്ദേഹം നടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ആ സമീപവാസികൾക്കൊക്കെ, ആ പ്രദേശത്തുള്ളവർക്കൊക്കെ വലിയ നടുക്കവും ആശങ്കയും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ യാത്രക്കാരിൽ, വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ്, വിശ്വാസ് കുമാറിന് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കാരണം അത്രയും വലിയൊരു അപകടമാണ്. ഒരു തീഗോളമായ ഒരു വിമാനം മുഴുവൻ മാറിയ അപകടമാണ്. അതിനിടയിൽ നിന്നാണ് അവിശ്വസനീയം, അത്ഭുതകരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ജീവിതത്തിലേക്കുള്ള വിശ്വാസ് കുമാറിൻ്റെ തിരിച്ചുവരവ്. നേരത്തെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് വളരെ പെട്ടെന്ന് കയറ്റുന്നതും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും. ഏറ്റവും ശ്രദ്ധേയം, മറ്റ് അങ്ങനെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പരിക്കുകളും വിശ്വാസ് കുമാറിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നടന്നാണ് വരുന്നത്. ചെറിയ ചില മുറിവുകളൊക്കെ ശരീരത്തിലുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ യാതൊരു ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്കുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പിന്നീട് ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം രാജ്യത്തോട് പങ്കുവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തഭൂമിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ആശുപത്രിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വിശ്വാസ് കുമാറിനെ ആശുപത്രിയിലെത്തി കാണുകയും ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിരുന്നു. 11A എന്ന സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഇരുന്നിരുന്നത്. വിശ്വാസ് കുമാറിൻ്റെ സഹോദരൻ ഒപ്പം യാത്ര ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഒരു അത്ഭുതകരമെന്നോ അവിശ്വസനീയമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വലിയൊരു അപകടം, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ നടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഈ കാര്യമായ പരിക്കുകളൊന്നും വിശ്വാസ് കുമാറിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ വിശ്വാസ് കുമാർ വിട്ടുകഴിഞ്ഞിട്ടുണ്ടോ ശ്രീനാഥ്? ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ഉണ്ട് റീജത്ത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അപകടം സംഭവിക്കുന്ന ഒരു കെട്ടിടത്തിന് മുകളിലാണ് ആദ്യം വിമാനം വന്ന് ഇടിക്കുന്നത്. അവിടെ നിന്ന് വിമാനം യഥാർത്ഥത്തിൽ പിളരുന്നുണ്ട്. ആ വിമാനത്തിന്റെ വാൽഭാഗം
ആ കെട്ടിടത്തിന് മുകളിൽ തന്നെ കഴിഞ്ഞ ദിവസം വരെ അതിന്റെ അവശിഷ്ടങ്ങൾ കെട്ടിടത്തിന് മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷിച്ച ഭാഗം താഴേക്ക് പതിച്ച് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ താഴേക്ക് പതിച്ച് അവിടെ തകർന്ന് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. താഴേക്ക് പതിച്ച വിമാനഭാഗത്തിലായിരുന്നു വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നത്. താഴേക്കുള്ള വീഴ്ചയിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇയാൾ തെറിച്ചു വീണു എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് നടന്ന് പുറത്തേക്ക് വന്നു, ഗേറ്റ് മറികടന്ന് അദ്ദേഹം പുറത്തേക്ക് നടന്നു വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ അത് എത്രത്തോളം അവിശ്വസനീയമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രക്ഷപ്പെടൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ വിശ്വാസ് കുമാർ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അന്ന് പക്ഷേ പുറകിൽ ഏത് തരത്തിലാണ് സ്ഫോടനം നടന്നത്, എത്ര വലിയ തീഗോളമായിരുന്നു എന്നതിനെ കുറിച്ചൊന്നും തന്നെ ആ തരത്തിൽ നമുക്ക് നേരിട്ട് ഒരു വീഡിയോ ലഭ്യമായിരുന്നില്ല. അദ്ദേഹം റോഡിലൂടെ നടന്നു പോകുന്നതും ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നതും ആംബുലൻസിലേക്ക് പോകുന്നതുമായിരുന്നു ആദ്യം പുറത്തു വന്ന വീഡിയോ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അപകടത്തിന്റെ ഭീകരത, ഈ രക്ഷപ്പെടലിന്റെ അവിശ്വസനീയത ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഗേറ്റ് കടന്ന് അദ്ദേഹം മൊബൈലും കയ്യിൽ പിടിച്ച് നടന്ന് പുറത്തേക്ക് വരികയാണ്. അവിശ്വസനീയം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ജീവിതത്തിലേക്കുള്ള വിശ്വാസ് കുമാറിന്റെ മടങ്ങിവരവ്, അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു തീഗോളമായി വിശ്വാസ് കുമാർ സഞ്ചരിച്ച വിമാനം മാറുമ്പോഴും അതിൽ നിന്ന് ഒരേ ഒരു യാത്രക്കാരൻ മാത്രം, വിശ്വാസ് കുമാർ മാത്രം രക്ഷപ്പെട്ട് തിരികെ ജീവിതത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.